നിങ്ങൾ പഠിപ്പിച്ചത് അത് അതാ കാറ്റിൽ പരത്തിയിട്ട് ശരിക്കും മുജാഹിദ് ആശയം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, അതാ തറപ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ തറപ്രസംഗം പൂർവിക പണ്ഡിതന്മാര് ചെയ്തതാണോ? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? പാണക്കാട് പൂക്കോയത്തങ്ങൾ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? പാങ് അഹമ്മദി കുട്ടി മുസ്ലിയാർ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? കാടേരി മുസ്ലിയാർ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? വാണിയമ്പൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? സമസ്തയുടെ ആദ്യത്തെ മുശാവറാംഗങ്ങളിൽ എത്ര ആളുകൾ തറപ്രസംഗം നടത്തി? ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, കേൾക്കാത്തത് പറയുന്നവർ അല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഇതിന് മറുപടി പറയേണ്ടതാരാ? അപ്പുറത്തെ സമസ്തയാണ്. അള്ളാഹു കാത്തു കേട്ടോ, അള്ളാഹു കാത്തു. നാണക്കേടായില്ലേ? ഇപ്പൊ പുതിയ ഫത്വ കേട്ടുന്നത് ചെറുശ്ശേരി സൈനുദ്ദീൻ പുതിയ ഫത്വ വായിക്കാ, കേട്ടോളി. മതവിദ്യാഭ്യാസം, കാലം, ദേശം, സംസ്കാരം, സിൽവർ ജൂബിലി ഉപഹാരം, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. പുതിയ ഉപഹാരം കേട്ടോളി. ചോദ്യം: ഉസ്താദ് പഠിച്ചിരുന്ന കാലത്തു തന്നെ മഞ്ചേരിയിൽ ഖുതുബ പരിഭാഷ നടത്തുന്നവരുണ്ടല്ലോ, ഉസ്താദുമാരൊക്കെ അതിനെ എങ്ങനെയാണ് കണ്ടത്? മുജാഹിദിന് അനുകൂലമായിട്ട് ഇയാൾ മറുപടി കേട്ടോളി. അക്കാലത്ത് പരിഭാഷയ്ക്ക് ശേഷം റുക്കുനുകൾ മടക്കി ഓതാറുണ്ടായിരുന്നു, അതാണല്ലോ യഥാർത്ഥ ഖുതുബ. അപ്പോൾ തറപ്രസംഗത്തിന്റെ സ്ഥാനത്തെ പരിഭാഷ വരൂ എന്നായിരുന്നു അവരുടെ വീക്ഷണം. മുൻഗാമികളായ പണ്ഡിതന്മാര് ഖുതുബ മിമ്പർ വന്ന് റുക്കിന് മടക്കിയിട്ട് ആദ്യത്തെ ബാത്തിലാക്കിയിട്ടുള്ള ഏർപ്പാട് നടത്തിയിരുന്നു. സുഹൃത്തുക്കളെ, എന്തിനാ ഈ റുക്കിന് മടക്കിയത്? ആദ്യത്തെ ബാത്തിലായിട്ടാ? അങ്ങനെയാണ് ഒരു ഇബാദത്ത് എടുത്ത് ബാത്തിലാക്കൽ ഹറാമോ കറാത്തോ സുന്നത്തോ? വെറുതെ ലൈക്കേസ് മുസ്ലിയാരും ഇ കെ ബക്കർ മുസ്ലിയാരൊക്കെ ജീവിതം പണയം വെച്ചത് മുജാഹിദിനെ വളർത്താൻ വേണ്ടിയുള്ള ഏജൻസി പണി. ഞാൻ പറഞ്ഞിരുന്നു, വാഴക്കാട്ട് ഞാൻ